ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കാരുണ്യത്തിന്റെ 22 വർഷങ്ങൾ പിന്നിട്ട് ഡോക്ടർ ഐശ്വര്യ സുരേഷ് താൻ പഠിച്ച വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണക്കോടികൾ കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാകുന്നത്. ചേലക്കര സെൻട്രൽ സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന ഓണാഘോഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 28, 29 തീയതികളിൽ നടന്ന ആഘോഷത്തിൽ വിവിധ കലാപരിപാടികൾ, ഗാനങ്ങൾ, നൃത്തങ്ങൾ, തിരുവാതിര എന്നിവ അരങ്ങേറി. കുട്ടികളുടെ കലാപരമായ പ്രകടനങ്ങൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഓണത്തിന്റെ പാരമ്പര്യത്തെയും സാംസ്കാരിക പ്രാധാന്യത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്കൂൾ അങ്കണം ആഘോഷ നിറവിൽ മുങ്ങി. വിവിധ മത്സരങ്ങളും രസകരമായ ഗെയിമുകളും ഓണാഘോഷത്തിന് ആവേശം പകർന്നു. പരിപാടികൾക്ക് സ്കൂൾ മാനേജർ പ്രവീൺ ബാലസുബ്രഹ്മണ്യൻ, പ്രിൻസിപ്പൽ സുജാത ടീച്ചർ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. CCV ന്യൂസ്, ചേലക്കര. പൂർവ്വ വിദ്യാർത്ഥിയുടെ ഓണസമ്മാനം. പഠിച്ച സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് വർഷം തോറും നടത്തിവരുന്ന ഓണക്കോടി വിതരണം 22 വർഷം പിന്നിടുകയാണ്. ഇത്തവണ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള മുഴുവൻ ക്ലാസുകളിലെയും കുട്ടികൾക്ക് ഓണക്കോടികൾ നൽകിയാണ് ഇദ്ദേഹം സേവനമുഖം തീർത്തത്. സ്കൂളിനാവശ്യമായ സൗണ്ട് സിസ്റ്റവും കൈമാറി. സുരേഷിന്റെ സുഹൃത്തുക്കളായ പ്രശസ്ത ഗായകൻ VV പ്രസന്ന, ഇന്ത്യൻ മിലിറ്ററി കേണൽ രഞ്ജിത്ത്, സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് കണ്ണൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥികളായ പരിപാടി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയ്ക്കകത്തും പുറത്തുമായുള്ള വിവിധ സ്കൂളുകളിലാണ് ഓണക്കോടി വിതരണം നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനായ സുരേഷിന്റെ ബാല്യ യൗവന കാലങ്ങൾ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം തൊട്ടറിഞ്ഞപ്പോഴും സുരേഷ് ഒരു തീരുമാനമെടുത്തിരുന്നു: തന്നാലാവുന്ന വിധം സമൂഹത്തിന് കരുതലേകുമെന്നത്. പാർലിക്കാട് വ്യാസ തപോവനത്തിലെ സ്വാമി പുരുഷോത്തമ തീർത്ഥയുടെ മാർഗനിർദ്ദേശങ്ങളാണ് ജീവിതത്തിൽ തനിക്ക് വഴികാട്ടിയായതെന്ന് സുരേഷ് പറയുന്നു. വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഇദ്ദേഹം എല്ലാ വർഷവും മുടങ്ങാതെ വിവിധ സ്കൂളുകളിലായി ഓണക്കോടികൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ CV മുഹമ്മദ് ബഷീർ, PTA പ്രസിഡന്റ് CR നിഷാദ്, അഡ്വക്കേറ്റ് NS മനോജ്, സജനി ജിപ്സൺ, ലതീഷ് ഷാർനാഥ്, KK സ്വപ്ന, AK സതീഷ് കുമാർ, KC ശ്രീവത്സൻ, റേച്ചൽ പോൾ, AM സീമ, ഹംസ M അലി, അജിത് കുമാർ മല്ലയ്യ, വീരമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിതത്തിലെ ഏറ്റവും ചെറുപ്പകാലത്തിൽ ഞാൻ എൻ്റെ എൻ്റെ അമ്മയുടെ കാല് തൊട്ട് വളങ്ങിയിട്ടാണ് എനിക്കൊരു ദിവസം പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയാൽ എനിക്ക് ആ ദിവസം ഞാൻ എന്ത് ബിസിനസ്സായി കണ്ടാലും വേണ്ടായിരുന്നു. പിന്നെ അച്ഛന് ആ ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അവര് മൊബൈലിന്റെ കാര്യങ്ങൾ പറയാനുണ്ട് ഓൺലൈൻ ഇതിന്. അപ്പൊ 25ഓളം കോവിഡ് സമയത്ത് 25ഓളം TV. ന്യൂസ് ഡെസ്ക് CCV.